കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള രണ്ട് വാർത്തകളാണ് പുറത്തു വന്നത്. ഷേഖ് ഹസീന ഡൊണാൾഡ് ട്രംപിന്റെ വരവോടുകൂടി കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിന് മേൽ ഉപരോധങ്ങൾ ചുമത്തിയിരിക്കുകയാണ്. പോരാത്തതിന് ബംഗ്ലാദേശിന് കൊടുക്കുന്ന എയ്ഡുകൾ, അതായത് US എയ്ഡുകൾ എല്ലാം നിർത്തിയിരിക്കുകയാണ്. അതോടുകൂടി ബംഗ്ലാദേശ് മുഴു പട്ടിണിയിലാണ്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ കാല് പിടിക്കാൻ വന്നിരുന്നു. ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് അങ്ങനെ ബംഗ്ലാദേശ് ചെയ്തത്. അങ്ങനെ ഇന്ത്യ വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാം എന്നൊരു സൂചനയും നൽകിയിട്ടുണ്ട്. എന്തായാലും യൂനിസിനെ അവിടെ നിന്നും പുറത്താക്കി അവിടേക്ക് ഷേഖ് ഹസീന തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം കുറെ കാലമായി അവശേഷിക്കുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഷേഖ് ഹസീനയും. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഷേഖ് ഹസീന അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പായി, അതായത് തിരിച്ചുവരവിൻ്റെ ആദ്യത്തെ ചുവടുവയ്പായി സമൂഹ മാധ്യമങ്ങളുടെ ബംഗ്ലാദേശിലെ തൻ്റെ അണികളെ അഭിസംബോധന ചെയ്യാനായി രംഗത്തെത്തുകയുണ്ടായി. പിന്നെ നടന്നത് ബംഗ്ലാദേശിൽ ഒരു വമ്പൻ കലാപമാണ്. ഇതേ തുടർന്ന് BSF, അതായത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ അതിർത്തികളിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് അത്. അതായത് ഷേഖ് ഹസീന തൻ്റെ അണികളെ സമൂഹ മാധ്യമങ്ങൾ വഴി അഭിസംബോധന ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു വമ്പൻ കലാപമാണ്. ഷേഖ് ഹസീനയുടെ വീട് ഇടിച്ചു നിരത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായിട്ട് സാധിച്ചത്. മണ്ണുമാന്തി യന്ത്രം അഥവാ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷേഖ് ഹസീനയുടെ കുടുംബ വീടാണ് ഇടിച്ചു നിരത്തിയത്. ഹസീനയുടെ പാർട്ടിയുടെ മറ്റംഗങ്ങളുടെ വീടുകളും തീവച്ച് നശിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളുടെ ഹസീന രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോഴത്തെ കലാപത്തിന് കാരണമെന്നാണ് അറിയുന്നത്. 1000-ലേറെ കലാപകാരികളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ മുജീബുർ റഹ്മാന്റെ വസതി കൂടെ കലാപകാരികൾ തകർത്തു. ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് മുജീബുർ റഹ്മാൻ. അദ്ദേഹമാണ് ബംഗ്ലാദേശിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി പോലെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടും ഇപ്പോൾ തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. ബുധനാഴ്ച രാത്രി 9-നാണ് ഹസീന സമൂഹ മാധ്യമം വഴി ബംഗ്ലാദേശിനെ അഭിസംബോധന ചെയ്യാൻ വന്നത്, പൗരന്മാരോട് സംസാരിക്കാൻ എത്തിയത്. ഇതേ സമയത്താണ് പൗരന്മാരെന്ന് പറയുന്ന മതമൗലികവാദികൾ ഷെയ്ഖ് ഹസീനയുടെ വീട് തകർത്ത് തരിപ്പണമാക്കിയത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച്. ഹസീന പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധക്കാർ വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ശേഷം ചുവരുകൾ ഇടിച്ചു നിരത്താൻ തുടങ്ങി. പിന്നീട് ക്രെയിനും എക്സ്കവേറ്ററും ഉപയോഗിച്ച് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റി. പിന്നാലെ വീടിന്റെ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. മുതിർന്ന അവാമി ലീഗ് നേതാക്കളും അവാമി ലീഗ് നേതാക്കളുടെ വീടുകളും പോരാത്തതിന് അവരുടെ ആയിരക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കളും നശിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 1000-ലധികം പ്രതിഷേധക്കാർ ഹസീനയുടെ വസതിയിൽ എത്തിയതായും പ്രതിരോധിക്കാൻ സർക്കാർ ഡസൺ കണക്കിന് പോലീസുകാരെ വിന്യസിച്ചതുമായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ അഥവാ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുൾഡോസറുകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തകർക്കാൻ അവർക്ക് അവകാശമില്ല എന്നാണ് ഷെയ്ഖ് ഹസീന ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. പക്ഷേ ചരിത്രം മായ്ക്കാൻ അവർക്ക് കഴിയില്ല എന്നും പറഞ്ഞു. എത്ര ബുൾഡോസർ ഉപയോഗിച്ചാലും ചരിത്രം മായ്ക്കാൻ അവർക്ക് കഴിയില്ല എന്നും ഷെയ്ഖ് ഹസീന പറയുന്നു. എന്ത് തന്നെയായിരുന്നാലും ഇതേ തുടർന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന കമാൻഡർമാരോട് ബംഗ്ലാദേശ് പൗരന്മാരോ അവരുടെ സേനയോ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് BSF പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് കഴിഞ്ഞ വർഷം അതിർത്തിയിൽ ഈ തർക്കത്തിൽ ഏകദേശം 80 സംഭവങ്ങൾ, അതായത് ഇത്തരത്തിൽ ഏകദേശം 80 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സൈനിക വക്താക്കൾ പറഞ്ഞു. ബംഗ്ലാദേശിൽ കലാപം നടക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ അതിർത്തികൾ സംരക്ഷിക്കുന്ന തിരക്കിലാണ്. ഷേഖ് ഹസീന തിരിച്ചുവരവിന്റെ ഒരു സൂചന നൽകി തുടങ്ങിയപ്പോൾ തന്നെ ബംഗ്ലാദേശ് അസ്വസ്ഥമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.